ഒട്ടേറെ ബ്രാൻഡുകൾ നമ്മുടെ ഇന്ത്യൻ വിപണിയിലേക്ക് ഹൈബ്രിഡ് ടെക്നോളജി ആയിട്ട് വന്നിട്ട് ഫ്ലെക്സ് പിടിക്കാതെ പോയപ്പോൾ 2022 ഹൈബ്രിഡ് ടെക്നോളജിയുമായിട്ട് വന്നിരുന്ന ഒരേ ഒരു ബ്രാൻഡാണ് നമ്മുടെ മാരുതി സുസുക്കി നെക്സ ത്രൂ ചെയ്യുന്ന നമ്മുടെ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്രാൻഡ് വിറ്റാരയെ കുറിച്ചാണ്. ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ മോഡലിനെ കുറിച്ച് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ലുക്കിന്റെ കാര്യത്തിലും പെർഫോമൻസിന്റെ കാര്യത്തിലും ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരേ ഒരു മോഡലാണ് ഇന്ത്യൻ കാർ ഭൂമിയിലേക്ക് വന്ന ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിൻ്റെ അകത്ത് ഡെൽറ്റ വേരിയന്റ് ആണ്. സിഗ്മ, ഡെൽറ്റ, തീറ്റ, ആൽഫ എന്നിങ്ങനെ 4 വേരിയന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്ക് ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റിനെ നമുക്കിന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയന്റ് ഫ്രണ്ട് ലുക്ക്. ഫ്രണ്ടിൽ വരുമ്പോഴത്തേനും നമുക്ക് DRL യൂണിറ്റ് കാണാം. 3 ഡോട്ടാണ് DRL യൂണിറ്റ് വരുന്നത്. അതിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. നമുക്ക് സിഗ്മ ഡെൽറ്റ വേരിയന്റിൽ നമുക്ക് ഹാലജൻ ആണ് വരുന്നത്. പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. തൊട്ടപ്പുറത്തായി 2 ഗ്രില്ല് കാണാം. ക്രോം ഫിനിഷിംഗ് ആണ് വരുന്നത്. അതായത് ഡിസൈൻ കാണാം. ഗ്ലോസി ബ്ലാക്ക് ആണ് വരുന്നത്. തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് ഒരു കിറ്റ് പ്ലേറ്റും വരുന്നുണ്ട്. ഇൻബിൽറ്റായിട്ട് തന്നെ കിറ്റ് പ്ലേറ്റും വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ നല്ലൊരു പച്ചക്കാറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടയർ കാണാൻ പറ്റും. വീൽ കപ്പാണ് വരുന്നത്. അലോയ് വീൽ വരുന്നില്ല. നമുക്ക് 17 ഇഞ്ച് ടയറാണ് നമുക്ക് വരുന്നത്. നമുക്ക് എല്ലാ വേരിയന്റിലും ടയർ സൈസ് 17 ആണ് വരുന്നത്. 215/60R17 ആണ് വരുന്നത്. തീറ്റ ആൽഫ വേരിയന്റിനാണ് നമുക്ക് അലോയ് വീൽ വരുന്നത്. സിഗ്മയും ഡെൽറ്റയും വന്നിട്ട് നമുക്ക് സാധാ ടയറാണ് വരുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മിററിൽ തന്നെ വരുന്നുണ്ട്. നമുക്കത് അകത്തുനിന്ന് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലിൽ നമുക്ക് റിക്വസ്റ്റ് സ്വിച്ചിന്റെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് റിക്വസ്റ്റ് സ്വിച്ചിന്റെ സ്വിച്ച് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നമുക്ക് മനോഹരമായ ഒരു റൂഫ് റെയിലും വരുന്നുണ്ട്. സിൽവർ കളറിലാണ് അത് നമുക്ക് വരുന്നത്. മുകളിലായിട്ട് നമുക്ക് ഷാർപ്പിൻ ആന്റിനയും കാണാം. ബാക്ക് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് ആണ് വരുന്നത്. താഴെയായിട്ടാണ് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്. സെൻസേഴ്സ് കാണാം. 4 സെൻസർ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും അതേപോലെ തന്നെ നമുക്ക് സ്കിഡ് പ്ലേറ്റും വരുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാര എല്ലാ വേരിയന്റും സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വരുന്നത്. സ്ട്രോങ് ഹൈബ്രിഡ് ഒഴിച്ചാൽ ബാക്കി എല്ലാം വരുന്നത് നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഒരു ബാറ്റിംഗ് നമുക്ക് ഇവിടെ കാണാം. ഗ്രാൻഡ് വിറ്റാര എന്ന് എഴുതിയിരിക്കുന്ന ഒരു ലെറ്ററും കാണാം. അത് മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോർ തുറക്കുമ്പോഴത്തേന് ഡോറിലേക്ക് പോകുമ്പോഴത്തേന് ആദ്യം കാണുന്നത് ഒരു 3 പാറ്റേണിലായിട്ടുള്ള ഡോറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കളർ കോഡിലുള്ള ഒരു സിൽവർ വരുന്നുണ്ട്. ഒരു ക്രോം ഫിനിഷിംഗ് വരുന്നുണ്ട്. ഡോർ ഹാൻഡിലിന് ഡോർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് എലമെന്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോയുടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ് നമുക്ക് ഡ്രൈവർ സൈഡ് വരുന്നത്. ലോക്കിന്റെ അൺലോക്കിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഫോൾഡിംഗ് മിററിന്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിറർ ഫോൾഡ് ചെയ്യാൻ പറ്റും. മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളിന്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് ഒരു തുണി ടൈപ്പ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സീറ്റിംഗ് പൊസിഷൻ നല്ല അടിപൊളി കുഷ്യനാണ് വരുന്നത്. സീറ്റിന്റെ കുഷ്യൻ എല്ലാം വന്നിട്ട് നമുക്ക് ഡെൽറ്റ വേരിയന്റ് തൊട്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റും വരുന്നുണ്ട്. നല്ല സപ്പോർട്ട് വരുന്ന ഒരു സീറ്റാണ് ഇത്. നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് സീറ്റുകളെല്ലാം നമുക്ക് എയർ ബാഗും വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ സ്വിച്ച് കാണാം. അതിമനോഹരമായ ഒരു ക്രോം ഫിനിഷിംഗിലാണ് ചെയ്തിരിക്കുന്നത്. താഴെ വന്നിട്ട് നമുക്ക് ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് ആണ്. പിന്നെ കുറച്ച് ഡെമ്മി സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തൊട്ട് താഴെ തന്നെയാണ് നമുക്ക് പെട്രോളിന്റെ ലിഡും ഫ്രണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ലിവറും കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ തൊട്ട് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. കോളിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. അതിന്റെ സ്വിച്ചസും കൺട്രോളും എല്ലാം ഇവിടെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. താഴെ ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിന്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. താഴെ 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് പെൻഡ്രൈവും USB ഒക്കെ കുത്താനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊബൈലൊക്കെ വെക്കാനുള്ള ഒരു ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റ് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ തന്നെയായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കാണാം.
അത് നമുക്ക് സ്ലൈഡിംഗ് ആണ് വരുന്നത്. മുന്നോട്ടും പുറകോട്ടും നമുക്ക് അത് നമ്മുടെ ഇഷ്ടമുള്ളത് പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഫുൾ ഓപ്ഷനിലെല്ലാം നമുക്ക് ഈ ഒരു പോർഷൻ എല്ലാം നമുക്ക് ലെതറാണ് വരുന്നത്. അവിടെയെല്ലാം നമുക്ക് പ്ലാസ്റ്റിക് എലമെന്റ് ആണ്, ഒരു മെറൂൺ കളറിലെ ഒരു പ്ലാസ്റ്റിക് എലമെന്റ് ആണ് അവിടെയും ഈ സൈഡിലും ഡോറിലെല്ലാം നമുക്ക് കൊടുത്തിരിക്കുന്നത്. ആ ഒരു തീം തന്നെയാണ് നമുക്ക് സീറ്റിലെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോഴത്തേന് ഡാഷ്ബോർഡ് കാണാം. അതിൻ്റെ അകത്ത് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷൻസും അവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഡോറിൽ പവർ വിൻഡോയുടെ സ്വിച്ചസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമാണ് ഇന്റീരിയർ കാണാൻ വേണ്ടി. മുകളിലേക്ക് വരുമ്പോഴത്തേനും സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. വിത്ത് മിററോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡേ ആൻഡ് നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ORVM കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. വിത്ത് ഗ്ലാസോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അനലോഗ് മീറ്റർ ആണ് നമുക്ക് വരുന്നത്. സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും എല്ലാം നമുക്ക് അനലോഗ് മീറ്റർ ആണ്. സെൻട്രൽ വന്നിട്ട് നമുക്ക് ഡിജിറ്റൽ ആണ് വരുന്നത്. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് സീറ്റ് ബെൽറ്റ് റിമൈൻഡറും ആവറേജ് ഫ്യൂവൽ എക്കോണമി ട്രിപ്പ് മീറ്റർ അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ഡിജിറ്റലാണ്. ടൈം, ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാണിങ്സും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് കാണിക്കും. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വരുന്നത് നമുക്ക് 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് നമുക്ക് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആവറേജ് ഫ്യൂവൽ എക്കോണമി, റേഞ്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓരോ അലേർട്ടും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററും വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ടയറിന് കാറ്റ് കുറവാണെങ്കിൽ നമുക്കിവിടെ അലേർട്ടും കാണിക്കും, ഡിസ്പ്ലേയിൽ കാണിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വേറൊരു ഇടം ഫീച്ചേഴ്സാണ് വരുന്നത്. നമ്മുടെ AC തണുപ്പ് കുറവാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് എക്കോണമി കംഫർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കംഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് കിട്ടുന്നതാണ്. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കും. ബാക്ക് സീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഡോറിൽ തന്നെ നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ചസ് കാണാം, സ്റ്റീരിയോയുടെ സ്പീക്കർ കാണാം. അതുപോലെ തന്നെ നല്ല സപ്പോർട്ടീവ് തരുന്ന നല്ല കുഷ്യനോട് കൂടിയ സീറ്റാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. ഇത്രയും നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും എല്ലാം നല്ലതായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നടുക്ക് വരുമ്പോഴത്തേനും നമുക്ക് AC-യുടെ വെന്റ് വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെൻട്രൽ പോർഷനിൽ നമുക്കൊരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. നമുക്ക് എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റ് റിമൈൻഡറും വരുന്നുണ്ട്. എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റും വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സീറ്റിൽ 3 ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. നമുക്ക് സീറ്റിൽ ചൈൽഡ് സീറ്റ് വെക്കാനുള്ള ഓപ്ഷൻസും നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ F എന്ന് പറഞ്ഞ എംബ്ലത്തിന്റെ തൊട്ട് താഴെയാണ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ ആണ്. പാഴ്സൽ ട്രേ നമുക്ക് എടുത്ത് മാറ്റാൻ വേണ്ടിയുള്ളതാണ്. അതിവിടെ ജോയിൻ ചെയ്യാനുള്ള ഹുക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ ഫിക്സ് ചെയ്തിടാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സീറ്റ് നമുക്ക് പകുതിയായിട്ട് ഫോൾഡ് ചെയ്യാവുന്നതാണ്. 60-40 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്കൊന്നും നമുക്ക് സ്പെയർ വീല് വരുന്നില്ല. അതിന് പകരം വരുന്നത് നമുക്ക് പഞ്ചർ കിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് പഞ്ചർ കിറ്റ് ഇരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ നമുക്ക് ബൂട്ടിൽ നമുക്ക് ലൈറ്റിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു ലൈറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസും കാര്യങ്ങളും എല്ലാം. ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂമും ഗ്രാൻഡ് വിറ്റാരയുടെ വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയന്റിന്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ഒരു പുതിയൊരു ഗ്രാൻഡ് വിറ്റാര എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അവൈലബിൾ ആണ്. ഇതിന് വരുന്നത് സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നീ 4 വേരിയന്റ് ആണ് വരുന്നത്. ഹൈബ്രിഡ് വേരിയന്റ് വരുന്നുണ്ട്, CNG വരുന്നുണ്ട്, അതേപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവോ ഒരു പുതിയ വണ്ടി എടുക്കണമെന്നോ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ AVG മോട്ടോഴ്സിന്റെ നെക്സസ് ഷോറൂമിലേക്ക് വന്നാലും മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.